സർക്കാർ ബോർഡ് അതുപോലെ ബീക്കൺ ലൈറ്റ് ഇതൊക്കെ നിയമവിരുദ്ധമായി ഉപയോഗിച്ചുകൊണ്ട് ഒരു വാഹനം കഴിഞ്ഞ ദിവസം ആലുവയിലൂടെ കടന്നു പോകുന്നു. ആ സ്ഥലത്ത് ആ സമയത്ത് ഹൈക്കോടതിയിലെ ജഡ്ജിമാരും പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് ഈ വാഹനത്തിൻ്റെ അമിത വേഗമൊക്കെ കണ്ടിട്ട് അതിനകത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മുടെ കൊച്ചിയിലാണോ? ആ, കൊച്ചിയിൽ. അപ്പോൾ ഫോട്ടോ എടുത്തിട്ട് സർക്കാരിന് അയച്ചു കൊടുത്തു, ഇത് ആരുടെയാണ് വാഹനം, ഇത് ആര് പോയതാണ്. ജഡ്ജിമാർ തന്നെയാണ് ഇത് എടുത്തത്. അപ്പോൾ ജഡ്ജിമാരെ ശ്രദ്ധയപ്പെട്ടാണല്ലോ. അന്വേഷിച്ച് വന്നപ്പോൾ അത് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ വാഹനമാണ്. അങ്ങനെയാണ്. അപ്പോൾ കൂടുതൽ അന്വേഷിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് നടപടി എടുക്കാൻ പറഞ്ഞു. മോട്ടോർ വാഹന വകുപ്പിന് പെട്ടെന്ന് നിർദ്ദേശം കൊടുത്തു. ഇപ്പോൾ അന്വേഷിച്ച് വന്നപ്പോൾ ഇത് KMMLൻ്റെ MD ആയ മുഹമ്മദ് ഹനീഷാണ് ഈ വാഹനം ഉപയോഗിച്ചത്. അപ്പോൾ അദ്ദേഹം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ MD-യാണ്. അപ്പോൾ സർക്കാർ ബോർഡ് അതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല, ബീക്കൺ ലൈറ്റ് വെക്കാൻ പാടില്ല. വണ്ടിയിലുണ്ടായിരുന്ന മുഹമ്മദ് അനീഷ് IAS ആണോ? ആ വണ്ടിയിൽ ആളുണ്ടായിരുന്നോ ഇല്ലയോ എന്നും നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നു. സത്യത്തിൽ ഇങ്ങനെ സർക്കാർ ബോർഡുകൾ അതിൽ ബീക്കൺ ലൈറ്റ് ഇതൊക്കെ അനധികൃതമായി ഉപയോഗിക്കുന്നത് കൂടി വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് വേണമെങ്കിൽ കണ്ടുകൂടെ? അല്ലെ, ഒരുപാട് കൗതുകമുള്ളൊരു വാർത്തയാണ് കേട്ടോ. ഒന്ന്, ഈ അനധികൃതമായി ബീക്കൺ ലൈറ്റ് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്ന മോട്ടോർ വാഹന വകുപ്പ് ചെയ്യേണ്ട ഒരു പണിയാണ്. അത് നമ്മുടെ ഹൈക്കോടതി ജഡ്ജിമാർ ചെയ്യാനിടയായി എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി നിലകൊള്ളുന്ന കൊച്ചിയിലായതുകൊണ്ടായിരിക്കും. എന്തായാലും ഹൈക്കോടതി ജഡ്ജിമാർ ഇനിയിപ്പോൾ അവർ കണ്ടാൽ തന്നെ സാധാരണ ചെയ്യാറില്ല. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ എറണാകുളത്ത് ഒരു തിരക്കറിയാലോ, ഒരു വൈകിട്ട് ഭയങ്കര ബിസി ആയിരിക്കും. അപ്പോൾ വാഹനങ്ങൾ തിരക്കി പോകുന്നതിൻ്റെ ഇടയ്ക്കൂടെ ആയിരിക്കും ഒരു ബീക്കൺ ലൈറ്റ് വെച്ച വണ്ടി ചീറിപ്പായിരുന്നു, ആരാന്ന് അന്വേഷിച്ചിട്ടുണ്ടാവും. അതൊക്കെ ആവാം. എന്നാലും അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഒരു ഹൈക്കോടതി ജഡ്ജിമാർ സമയം കണ്ടെത്തി എന്ന് പറയുന്ന അവരെ നമിക്കണം. തീർച്ചയായിട്ടും അവർ പോസിറ്റീവാണ്. സാധാരണ അവർ ചെയ്യാറില്ല. അവരുടെ പണിക്ക് പോകുന്നല്ലാതെ അവരിതൊന്നും പുറത്ത് നടക്കുന്നത്, അവരുടെ വീട്ടിന് മുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ കോടതിയിൽ വരുമ്പോഴല്ലാതെ മിണ്ടൂലല്ലോ അവർ. അപ്പോൾ ജഡ്ജിമാർ കാണിച്ചൊരു സാമൂഹ്യ ബോധമായിട്ട് ഇത് ഒന്ന് കാണണം. രണ്ടാമത്തെ ഇതിലെ നിയമലംഘനം ഞാൻ മനസ്സിലാക്കുന്നത് KMMLന്റെ അല്ലേ, അതായത് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, ചവറയിലെ കമ്പനിയാണത്. പഴയ എനിക്ക് തോന്നുന്നു മറ്റേ ഈ കരിമണൽ വെളുപ്പിക്കുന്ന കമ്പനി, അല്ലെങ്കിൽ കരിമണൽ ഖനനം ചെയ്യുന്ന കമ്പനിയാണ്. സർക്കാരിന്റെ പൊതുമേഖല സ്ഥാപനത്തിന്റെ, ആ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ വാഹനമാണിത്. അവരുടെ MD-ക്ക് കൊടുക്കുന്ന വാഹനം അങ്ങനെയായിരിക്കും. പക്ഷേ MD-യുടെ വാഹനമാണെങ്കിൽ ഈ മുഹമ്മദ് അനീഷ് അത് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് എൻ്റെ അറിവനുസരിച്ച്. മുഹമ്മദ് അനീഷ് ആണെന്ന് തോന്നുന്നു അതിന്റെ MD ഇപ്പോൾ. അതാണ് അങ്ങനെ MD ആവാൻ സാധ്യത കുറവാണ്. കാരണം IAS കാരൻ പോകാവുന്ന പോസ്റ്റ് അല്ല അത്. മുഹമ്മദ് അനീഷ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോ മറ്റോ ആണ് ഇപ്പോൾ. ആ ലെവലിൽ അദ്ദേഹം ഇരിക്കുള്ളൂ. എനിക്ക് തോന്നുന്നത് ആദ്യത്തെ അനധികൃതമായ നടപടി അതാണ്. എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അനീഷിന്റെ ആവശ്യത്തിനോ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കോ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള വ്യവസായ വകുപ്പിൻ്റെ ഒരു സ്ഥാപനമായ KMMLന്റെ വണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ടാവും. അതാണ് അടുത്ത കൃത്യവില. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ മുഹമ്മദ് അനീഷ് ആവശ്യപ്പെട്ടിട്ട് KMMLന്റെ വണ്ടി ഉപയോഗിച്ചു എന്നത് രണ്ടാമത്തെ ഒരു ഗുരുതരമായ, അത് അനുവദനീയമാണോ? അത് വകുപ്പ് അങ്ങനെ അനുവദിക്കുന്നുണ്ടോ? IAS കാരന് എന്തിനാണ് ഒരു വ്യവസായ സ്ഥാപനത്തിൻ്റെ MD ഉപയോഗിക്കുന്ന വണ്ടി? അതാണ് അടുത്ത പ്രശ്നം. അടുത്ത കാര്യം എന്താ, ഇനി KMMLന്റെ MD-യാണ് വേണ്ട, ഈവൻ മുഹമ്മദ് അനീഷ് എന്ന് പറയുന്ന IAS കാരൻ്റെ വണ്ടിയാണ്. ഏത് IAS കാരനും ഇപ്പൊ ബീക്കൺ പാടില്ല. പാടില്ല. അത് സർക്കാർ നിരോധിച്ചിട്ട് കുറെ കാലമായി. മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും വരെ പാടില്ല എന്നുള്ള നിയമം വന്നല്ലോ രാജ്യത്ത്. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്ത് എങ്ങനെയാണ് ഒരു IAS ഉദ്യോഗസ്ഥൻ ബീക്കൺ ലൈറ്റ് ഉപയോഗിക്കുക? ഇനി അത് സ്വന്തം വാഹനമാണെങ്കിലും കൊള്ളാം. അല്ല, കേവലം അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ വരുന്ന ഒരു പൊതുമേഖലാ വ്യവസായ സ്ഥാപനത്തിൻ്റെ ഒരു കൊച്ചു ഉദ്യോഗസ്ഥൻ, MD എന്നൊക്കെ പറഞ്ഞ ആ വകുപ്പിലെ ഏറ്റവും ചെറിയ ഒരു സ്ഥാപനത്തിൻ്റെ മേധാവി എന്നൊക്കെ പറയുന്ന ആ വകുപ്പിനെ വെച്ച് നോക്കുമ്പോൾ ഒരു കൊച്ചു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ കാറിൽ എങ്ങനെ ബീക്കൺ വന്നു? അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇത് മാത്രമല്ല, ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പെട്ടെന്ന് തന്നെ മോട്ടോർ വാഹന വകുപ്പ് ആക്ഷൻ നടത്തി. എന്ന് പറഞ്ഞാൽ ഈ കാർ പിടിച്ചെടുക്കുന്നു. അപ്പോൾ സർക്കാർ തലത്തിൽ നിന്ന് ഒരുപാട് സമ്മർദ്ദം ഉണ്ടാകുന്നു കാർ വിട്ടുകൊടുക്കണമെന്ന്. പക്ഷേ ഹൈക്കോടതി ജഡ്ജിമാർ ഉത്തരവിട്ടു, മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത വണ്ടിയാണ്, വിട്ടുകൊടുക്കാൻ അവർക്ക് പറ്റില്ലായിരിക്കും. അപ്പോൾ അത് ആ ഒരു പ്രശ്നം ഇവിടെ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ജഡ്ജിമാർ കണ്ടെത്തി കൊടുത്തത് കൊണ്ട്, ജഡ്ജിമാർ ഇതിൽ വാദിപക്ഷത്തുള്ളത് കൊണ്ടാണ് ഇപ്പൊ നമ്മളിതൊക്കെ അറിഞ്ഞത്. അല്ലെങ്കിൽ അതിനു മുമ്പേ മുക്കിപ്പോകും. ഒരു സാധാരണക്കാരൻ ഒരു മൊബൈൽ ഫോൺ എടുത്തിട്ട് പരാതി അയച്ചാൽ ഇത് എപ്പം മുങ്ങിന്ന് ചോദിച്ചാൽ മതി. ആ കേസും ഉണ്ടാവില്ല, വാഹനം ഉണ്ടാവില്ല, മുഹമ്മദ് അനീഷും ഉണ്ടാവില്ല, ആരുമില്ല, തെളിവേ ഉണ്ടാവില്ല. അവസാനം മൊബൈലിൽ കുഴപ്പമെന്ന് പറയില്ലേ, അങ്ങനെ പറയും. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ജഡ്ജിമാർ ഇടപെട്ടതാണ് ഇതിൽ ഏറ്റവും പോസിറ്റീവായ കാര്യം. ജഡ്ജിമാരെ നമ്മൾ പറയുന്നത് ജഡ്ജിമാരുടെ ഒരു സാമൂഹ്യ ബോധം, അല്ലെങ്കിൽ അവരുടെ കണ്ണിൽപ്പെട്ടാലും
ഇത് എത്തേണ്ടടുത്ത് എത്തിക്കണമല്ലോ, നിയമത്തിൻ്റെ മുമ്പിൽ എത്തിക്കണമല്ലോ എന്നൊരു തോന്നലുണ്ടായല്ലോ. ഏതൊക്കെ ജഡ്ജിമാരാണെന്നറിയില്ല, ആരുടെങ്കിലും പേര് ഉണ്ടെങ്കിൽ അവരെ പേര് വിളിച്ച് തന്നെ നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ്. ഒരു നല്ല പോസിറ്റീവായ കാര്യമാണ്. എനിക്കിതിനകത്ത് ചൂണ്ടിക്കാണിക്കാൻ തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് എപ്പോഴും നമ്മളെ ജനനേതാക്കൾ, ജനപ്രതിനിധികളായ നേതാക്കന്മാർക്ക്, MLA-മാർക്ക്, മന്ത്രിമാർക്ക്, മുഖ്യമന്ത്രിക്ക് ഇല്ലാത്തൊരു അവകാശം ഇപ്പോഴും തോന്നിയ പോലെ ഉപയോഗിക്കാൻ എങ്ങനെയാണ് ഒരു IAS ഉദ്യോഗസ്ഥന് സാധിക്കുന്നത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യം നൽകുന്നൊരു ഉത്തരം എന്താണെന്നറിയോ? ഇവർക്കൊക്കെ മീതെയാണ് നമ്മുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ. നമ്മുടെ ബ്യൂറോക്രസി എന്നും ലെജിസ്ലേച്ചറിന് മീതെയാണ്. എക്സിക്യൂട്ടീവിൻ്റെ തലപ്പത്ത് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെയാണല്ലോ. അതുകൊണ്ട് എന്താ കാരണം എന്ന് വെച്ചാൽ ഇവരെപ്പോഴും ഇവരെ ഡിപ്പെൻഡ് ചെയ്യും. എന്നുവെച്ചാൽ മന്ത്രിമാർ ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയാണ്? മന്ത്രിമാർക്ക് എന്ത് നടപ്പാക്കാൻ പാടില്ല എന്നൊക്കെ നല്ല ഉപദേശം കൊടുക്കുന്നതും ദുരുപദേശം കൊടുക്കുന്നതും, എങ്ങനെയൊക്കെ കൈക്കൂലി വാങ്ങാം, എങ്ങനെയൊക്കെ ജനങ്ങളെ ഉപദ്രവിക്കാം എന്ന ഉപദേശം കൊടുക്കുന്നതൊക്കെ ഇവർ തന്നെയാണ്. ബ്യൂറോക്രസിയുടെ ഭരണമാണ്. അതുകൊണ്ട് ബ്യൂറോക്രസി ചെയ്യുന്ന നടപടികളെ പലപ്പോഴും അങ്ങനെയാണ്. എല്ലാ മന്ത്രിമാരും എന്ത് പറഞ്ഞാലും എന്താ പറയുക. ഇപ്പം നമ്മൾ ഈ നവകേരള സദസ്സ് ഉണ്ടായിരുന്നല്ലോ. നവകേരള സദസ്സ് ഇപ്പോൾ പിണറായി വിജയനെതിരെ വന്ന ഏറ്റവും വലിയ ജനരോഷം ഉണ്ടാക്കിയ നവകേരള സദസ്സാണ്. അത് ആ പോക്ക്, അതുണ്ടാക്കിയ അപകടം, അതിൻ്റെ അവിടെ DYFIക്കാർ നടത്തിയ രക്ഷാപ്രവർത്തനം, അതൊക്കെ ഉണ്ടാക്കിയ ദുഷ്പേര് ഒരു ഭാഗത്ത്. മറിച്ച് അതിൻ്റെ സംഘടനാപരമായ അതിൻ്റെ സംഘാടനത്തിൽ ദുഷ്പേര് എന്താ? ജനങ്ങളിൽ നിന്ന് പരാതി സ്വീകരിച്ച് ഉടനടി പരിഹാരം കാണാനെന്നാണ് ആദ്യം പറഞ്ഞത്, അല്ലേ? പിന്നീട് പറഞ്ഞത് പിന്നെ പരാതി സ്വീകരിക്കും, ഞങ്ങളല്ല, മന്ത്രിമാരുമല്ല, മുഖ്യമന്ത്രിയുമല്ല, അത് അവിടെ കുറേ വകുപ്പ് കൗണ്ടർ തുറന്ന് വെച്ചിട്ടുണ്ടാവും, ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കും. അപ്പോൾ ജനം ചോദിച്ചു, അല്ല സാറേ, ഞങ്ങൾ ഈ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഇതേ കടലാസുമായിട്ട് പോയിട്ട് കാല് തേഞ്ഞ് ചെരുപ്പ് തേഞ്ഞ് നടക്കുന്ന മനുഷ്യരാണ്, അതിനെതിരെ പരാതിയാണ് ഞങ്ങൾക്ക് കൊടുക്കേണ്ടത്. അത് ഇവരുടെ കയ്യിൽ തന്നെ കൊണ്ടു കൊടുത്താൽ എന്താ കിട്ടിയത്? എല്ലാ ഓഫീസിൽ നിന്നും പരാതി കൊടുത്തവർക്കൊക്കെ മറുപടി കിട്ടി, താങ്കളുടെ പരാതി ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിനെ അയച്ചിരിക്കുന്നു, തീർന്നു. ഇന്ന് വരെ ഒരാൾക്കും പരിഹാരം ഉണ്ടായിട്ടില്ല, പ്രശ്നത്തിനും പരിഹാരമില്ല. അതാണ് ഉണ്ടായത്. ഒടുവിൽ പറഞ്ഞു, ഇത് വലിയ പരാതിയായി വന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, ആര് പറഞ്ഞു? ജനങ്ങളുടെ പരാതി സ്വീകരിക്കാനാണോ ഞങ്ങൾ പോയത്? അല്ല, ജനങ്ങളിൽ നിന്ന് വികസനത്തിൻ്റെ നിർദ്ദേശം സ്വീകരിക്കാനാണ്. എന്താ പൊന്നു സാറേ, അത് ആദ്യമേ പറഞ്ഞാൽ പോരെ. ഇനി ജനങ്ങളിൽ നിന്ന് വികസനത്തിൻ്റെ നിർദ്ദേശം സ്വീകരിക്കാൻ ഈ അത്യന്താധുനിക കാലത്ത് എന്തെല്ലാം സംവിധാനമുണ്ട്. എല്ലാവരുടെ മൊബൈൽ ഫോണിൽ നിന്നും ഒരു മെസ്സേജ്, ഒരു SMS അല്ലെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയക്കണം എന്ന് പറഞ്ഞാൽ പോരെ. പക്ഷേ അന്നേരം പൗരപ്രമുഖരെ നേരിട്ട് കാണാൻ പറ്റില്ലല്ലോ. പ്രശ്നം അതാണ്, കറക്റ്റാണ്. പൗരപ്രമുഖരോടൊപ്പം പ്രാതൽ കഴിക്കണം, അതിൽ ലോക്കൽ നേതാക്കന്മാരെ കൂട്ടിയിരുത്തി കൊടുക്കണം. മുഖ്യമന്ത്രിയോടൊപ്പം പ്രാതൽ കഴിച്ചവനൊക്കെ ഇവൻ നോട്ടമിടുമ്പോൾ മുഖ്യമന്ത്രിയെ കാണാനല്ല വന്നത്, ഈ പ്രാതൽ കഴിച്ചവനോടൊക്കെ. മാത്രമല്ല അവൻ തലേന്ന് തന്നെ ബോധ്യപ്പെട്ടു, ഞാൻ പറഞ്ഞുകൊണ്ടാട്ടോ നിങ്ങളെ മുഖ്യമന്ത്രി ചായ സൽക്കാരത്തിന് വിളിച്ചത്. മുഖ്യമന്ത്രിയുടെ വഴിക്ക് പോകും. പിറ്റേന്ന് മുതൽ ഇവന് ചാകരയാണ്. ഇങ്ങനെ ലോക്കൽ പാർട്ടിക്കാരെ അഴിമതിക്കാരാക്കാനുള്ള ഒരു പദ്ധതിയാണ് അതിനകത്ത് നടപ്പായത്. അതാണ് ഒന്ന്. അപ്പോൾ ഇതിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്കൊക്കെ മീതെ ആലോചിച്ച് നോക്കൂ. മുഖ്യമന്ത്രി നവകേരള സദസ്സ് നടത്തിയിട്ട് പറയുന്നത് നിങ്ങളുടെ വകുപ്പ് ഉദ്യോഗസ്ഥനെ പോയി കാണണമെന്നാണ്. ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്ന കുറ്റം നമ്മൾ പറഞ്ഞത് എന്താ? വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് മീതെ കാൽമുട്ട് മടക്കി വെച്ചിട്ട് അതിൽ എഴുതി കൊടുക്കും, 2 ലക്ഷം എൻ്റെ രോഗത്തിൻ്റെ ചികിത്സക്ക് വേണമെന്ന് പറഞ്ഞാൽ 50,000 എങ്കിലും കൊടുക്കണമെന്ന് അപ്പോൾ എഴുതി കൊടുക്കും. ഉത്തരവിടുകയായിരുന്നു. അത് കൊടുക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് വെറുതെ എല്ലാ ആളുകൾ പാതിരാ കഴിഞ്ഞിട്ട് നേരം പുലരോളം അദ്ദേഹത്തെ കാത്തിരുന്നത്. എന്തെങ്കിലും കിട്ടും, ഇതൊന്നും കിട്ടൂല എന്ന് കാണുമ്പോഴാണ് ജനം എതിരാകുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം കൂടെ, അതായത് നമ്മൾ എന്ന് പറയുന്ന ഒരു സാധാരണക്കാർ, നമ്മൾ വണ്ടി, ബസ്സിൽ, പൊതു ഗതാഗത മാർഗ്ഗങ്ങളെയൊക്കെ ആശ്രയിക്കുന്നവരാണ്. നമ്മുടെ മുമ്പിൽ കൂടെ ഈ സർക്കാർ വാഹനങ്ങളിൽ ചീറിപ്പാഞ്ഞ ആളുകൾ പോകുന്നു, ലൈറ്റ് വെച്ച് പോകുന്നു. ഇതൊക്കെ പോകുമ്പോൾ നമുക്ക് രോഷമുണ്ട്. നമ്മുടെ നികുതി പണം ഉപയോഗിച്ചാണ് ഇവർ പോകുന്നത്. ഇവരെന്തിനു പോകുന്നു, എങ്ങോട്ട് പോകുന്നു നമുക്കറിയില്ല. ഇവർ ട്രാഫിക് ഗതാഗത നിയമങ്ങൾ കൃത്യമായി പാലിക്കാതെ തന്നെ ചിലപ്പോൾ പോകുന്നത്, ഇതൊക്കെ നമ്മൾ കാണും. ആ സമയത്താണ് ഹൈക്കോടതിയിലെ ജഡ്ജിമാർ നേരിട്ട് ഇത്തരം ഒരു കാര്യത്തിൽ ഇടപെടുന്നു. സത്യത്തിൽ നമ്മൾ കൈയടിക്കില്ലേ വേണ്ടത്? തീർച്ചയായിട്ടും ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്ക് ഒന്ന് അവർ ചെയ്തൊരു സന്മനസ്സുണ്ടല്ലോ. അവരൊരു നിയമലംഘനം കണ്ടു. നിയമലംഘനം കണ്ടാൽ ആരെങ്കിലും വിളിച്ചിട്ട് ചില ജഡ്ജിമാർ വളരെ സമർത്ഥമായിട്ട് തന്നെ കൂട്ടുകാരോട് ആരെങ്കിലുമൊക്കെ പറയും, ആ വണ്ടി വരേണ്ടത് അത് നിയമലംഘനമാണ് എന്ന് പറഞ്ഞിട്ട് അത് കോടതിയിലെത്തിക്കും, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ.
നേരിട്ട് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ജഡ്ജിമാർ ചെയ്തത് വളരെ മാതൃകാപരമായ ഒരു സംഗതിയാണ്. ഒരു പക്ഷേ അവർ ഈ ബ്ലോക്കിൽ കുടുങ്ങി കിടക്കുമ്പോഴായിരിക്കും ഈ ബീഗൺ അതൊക്കെ ഉണ്ടാവും. എന്നാലും അവർക്ക് ഞങ്ങളായിട്ട് ഇനിയിപ്പോൾ അങ്ങനെ ഒരു പരാതി ഭരണകൂടത്തിന് നേരെ വരണ്ട എന്ന് തോന്നാമല്ലോ. പ്രത്യേകിച്ചും അവരും പറഞ്ഞ മാതിരി സർക്കാരിന്റെ ശമ്പളക്കാരൊക്കെ ആണല്ലോ. പക്ഷെ അവരത് ചെയ്തു. ഏത് ഗവൺമെൻറ് കാലത്തായാലും ഗവൺമെൻറ് കാണിക്കുന്ന അന്യായങ്ങളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതുണ്ട്, നടപടി വേണ്ടതുണ്ട് എന്ന് അവർ തീരുമാനിച്ചു. അത് വളരെ പോസിറ്റീവായൊരു കാര്യമാണ്. ഇതിനേക്കാളേറെ ആത്യന്തികമായ കാര്യം ആരാണ് ഗവൺമെൻറ്? ഈ ചോദ്യം അതാണ്. ആത്യന്തികമായി ഗവൺമെൻറ് എന്ന് പറയുന്ന ബ്യൂറോക്രസിയാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് അല്ല. ഇത് നമ്മുടെ ഗോവിന്ദ മാഷൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്. ആരാ പറഞ്ഞത് ഗവൺമെൻറ് മാറിയെന്ന്? ഗവൺമെൻറ് പണ്ട് ഒന്നാണ്, ഇന്നും ഒന്നാണ്, എന്നും ഒന്നായിരിക്കും എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പാവം ജനം പതുക്കെ ഇടത്തോട്ട് തിരിഞ്ഞിട്ട്, ഇടതുപക്ഷത്തേക്കാണല്ലോ തിരിയേണ്ടത്, ഇടത്തോട്ട് തിരിഞ്ഞിട്ട് ചോദിക്കും, അല്ല ഗോവേ പിന്നെ എന്തിനാ തന്നെയൊക്കെ തിരഞ്ഞെടുത്ത് അയക്കുന്നത് എന്ന് ചോദിക്കും. തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിന് ബ്യൂറോക്രസിക്ക് മീതെ ഒരു ഹാൻഡ് ഇല്ലെങ്കിൽ, അപ്പർ ഹാൻഡ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജനാധിപത്യം? ബ്യൂറോക്രസി എന്ന് പറയുന്നത് ഈ ജനത്തിൻ്റെ കാശ് കൊണ്ട് ജീവിച്ചു പോകുന്ന, നികുതിപ്പണം കൊണ്ട് ജീവിച്ചു പോകുന്ന ജനത്തിൻ്റെ സേവകരാണ്, കൂലിപ്പണിക്കാരാണ്. ആ ഓർമ്മ എല്ലാവർക്കും ഉണ്ടാവണം. ഇവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ജനങ്ങൾക്കൊന്നും, ജനനേതാക്കന്മാർക്കൊന്നും ഇല്ലാത്ത അവകാശം അനീഷ് IAS ഉണ്ട് എന്ന് അദ്ദേഹം വരുത്തി തീർക്കുകയാണ്. എന്തായാലും ഈ വാഹനം പിടിച്ചോടി അദ്ദേഹം വാഹനത്തിലുണ്ടോ ഇല്ലയോ നമുക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷേ അങ്ങനെ വാഹനം ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ കർശനമായ അനവധി കൃത്യവിലോപവും ക്രമവിരുദ്ധവുമായ കാര്യങ്ങളുണ്ട് അതിനകത്ത്. നടപടി വരുമെങ്കിൽ, ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ജഡ്ജിമാർ ഇടപെട്ടത് കൊണ്ടെങ്കിലും നടപടി വരുമെങ്കിൽ വലിയ പാഠമായിരിക്കും അത് കേരളീയ സമൂഹത്തിന്. പാഠമാകണം തീർച്ചയായിട്ടും. അത് ജനാധിപത്യത്തിലെ ഒരു മാതൃകാപരമായ പാഠമായിരിക്കും എന്ന് വേണം നമുക്ക് കരുതാൻ. കാത്തിരുന്ന് കാണാം നമുക്ക്. ഓക്കെ.